സ്കോളർഷിപ്പ്, ITT IIM പോകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ്, CA പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ്, UGC നെറ്റിനുള്ള സ്കോളർഷിപ്പ്, എല്ലാം APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്. ഇനി പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഈ ഗ്രാൻസ് കൊടുക്കാൻ പറ്റുന്ന 2 കൊല്ലമായിട്ട് ഞാൻ ചോദിക്കുന്നു, വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ദ ഗവൺമെന്റ്? ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഈ ഗ്രാൻസ് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. ഫസ്റ്റ് അല്ല, ആദ്യത്തെ 25 പ്രയോറിറ്റിയിലില്ല. എത്ര അരിയേഴ്സാണ് ആ പൈസയ്ക്ക് വന്നിരിക്കുന്നത്? ഇപ്പൊ നോക്കിക്കോ, ഈ ഇതില് ഭവനരഹിത പട്ടികജാതിക്കാർക്ക് ലൈഫ് മിഷൻ വഴി നൽകുന്ന ഭവന പദ്ധതിക്ക് 300 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. ഇത് 120 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. ഇപ്പൊ തന്നെ ലൈഫ് മിഷനിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തൊട്ടുള്ള അതിനു മുമ്പുള്ള സർക്കാരുകൾക്ക് സെപ്പറേറ്റ് സ്കീമായിരുന്നു പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ഭവന നിർമ്മാണ സ്കീം. അത് ലൈഫ് വന്നതോടുകൂടി തന്നെ അതിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അവിടെയാണ് 300 കോടി വെച്ചിരുന്ന സ്ഥലത്ത് 120 കോടിയായിട്ട് വെട്ടിക്കുറയ്ക്കുക. 60% വെട്ടിക്കുറവ്. ഇനി ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങിക്കാൻ സഹായം, ഇതൊക്കെ പണ്ടുപോലെയുള്ളതാണ്. 170 കോടിയായിരുന്നു ബജറ്റ് വിഹിതം. ഇത് 70.25 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. 170 കോടി ഉണ്ടായിരുന്ന 100 കോടി അങ്ങ് എടുത്ത് വെട്ടിക്കുറച്ചു. അപ്പൊ ഇതൊന്നും ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിലുള്ള കാര്യങ്ങളല്ല എന്നാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. കുട്ടികളുടെ സ്കോളർഷിപ്പ്, കുട്ടികളുടെ പഠനാവശ്യത്തിനുള്ള കാര്യങ്ങൾ, ഭവന നിർമ്മാണ പദ്ധതി, ഭൂരഹിതർക്കുള്ള പദ്ധതി, ഈ ഗ്രാൻസ്, ഇതെല്ലാം. അതുപോലെ നമ്മുടെ കാരുണ്യ പദ്ധതി, ആശുപത്രികളിലെ സൗജന്യ ചികിത്സയെക്കുറിച്ച് അഭിമാനിക്കുക. കാരുണ്യ പദ്ധതി എത്ര ഭംഗിയായിട്ട് ഈ സ്റ്റേറ്റിൽ നടന്നിരുന്നതാണ്. ആ കാരുണ്യ പദ്ധതിയിൽ 1800 കോടിയോളം രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. മരുന്ന് ഇല്ല ആശുപത്രികളിൽ. കാരണം മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വലിയ ബാധ്യതയാണ് സർക്കാരുള്ളത്. അപ്പൊ ഈ വർഷം വെച്ചിരിക്കുന്ന പൈസ കഴിഞ്ഞ വർഷത്തെ ബാധ്യത തീർക്കാൻ പോലുള്ള പൈസ ഇല്ല. അപ്പൊ ഡിസ്ഫങ്ക്റ്റ് ആവും. ഗവൺമെന്റ് ഡിസ്ഫങ്ക്റ്റ് ആവുന്ന, പ്രവർത്തന നിരതമല്ലാതാവുന്ന, പ്രവർത്തിക്കാത്ത ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിലേക്ക് പോവാണ് ഫൈനൽ ഇയറിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഫെയർവെൽ ബജറ്റാണ്, ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ബജറ്റാണ്. കേരളത്തെ ദുരന്തത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോകുന്ന പോക്കാണ്. അല്ല, പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം? പ്രഖ്യാപിച്ചിട്ട് നടപ്പാക്കാൻ പൈസ വേണ്ടേ, പണം വേണ്ടേ? ഇപ്പോ നിങ്ങൾ പെൻഷൻ കൂട്ടുമെന്ന് പറയും. പെൻഷൻ കൂട്ടാൻ ഉള്ളത് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള വെൽഫെയർ സ്കീമുകളൊക്കെ കൊടുക്കുന്നില്ല. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങൾ. ആശ്വാസ കിരണം പദ്ധതി, ഈ തളർന്നു കിടക്കുന്ന ആളുകളെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, അവർക്കുള്ളൊരു പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന. എത്ര മാസമായിട്ടെന്നറിയാം അതിന്റെ അരിയേഴ്സ് ഉള്ളത്? എത്ര മാസത്തെ അരിയേഴ്സാണെന്നറിയാം? പാവങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു നല്ല സ്കീമായിരുന്നു. അരിയേഴ്സാണ് ഇഷ്ടം പോലെ. ഒന്നിനും വെൽഫെയർ സ്കീംസിന്റെ ഒന്നും പൈസ കൊടുക്കുന്നില്ല. അത് അവരുടെ പ്രകടന പത്രികയിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു? ഇതുമായിട്ട് യാഥാർത്ഥ്യമുണ്ടോ, പൊരുത്തമുണ്ടോ? ഞാൻ ഓരോ വകുപ്പ്, ഏറ്റവും മനുഷ്യനെ ബാധിക്കുന്ന, സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലും പരിതാപകരമായ സ്ഥിതിയാണ്. ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം രൂക്ഷമായ വിലക്കയറ്റമാണ് മാർക്കറ്റിൽ. ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റമുണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിലക്കയറ്റമുണ്ട്. അപ്പോഴാണ് മാർക്കറ്റിൽ ഇന്റർവീൻ ചെയ്യേണ്ടത് ആരാ? സപ്ലൈകോയാണ്. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള പൈസ സപ്ലൈ ചെയ്യുന്നില്ല സപ്ലൈസ്. ചെറുകിട സപ്ലൈക്കാർ പോലും വലിയ കടബാധ്യതയായി നിൽക്കുകയാണ് കേരളത്തിൽ. 200 കോടി അവർക്ക് മാത്രം കൊടുക്കാനുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ചെറുകിട വിതരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ സ്ഥാപനം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ഫങ്ക്റ്റായി. അവരുടെ ജോലി, അവരുടെ ആ സ്ഥാപനം ഉണ്ടാക്കിയത് മാർക്കറ്റിൽ ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിക്കാനാണ്. മാർക്കറ്റ് ഇന്റർവെൻഷൻ ഉണ്ട്. അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ മാർക്കറ്റിൽ വില കൂടുക, അതിന്റെ ബാധ്യതയും സാധാരണക്കാർക്കാണ് വരുന്നത്. ആണ് പ്രശ്നം. LDFന്റെ വർദ്ധന 8 കൊല്ലം കഴിഞ്ഞിട്ടാണോ ആലോചിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഐസക്കും ഞങ്ങളും തമ്മിൽ നടന്നിരുന്ന ഡിബേറ്റുകൾ മുഴുവൻ.
ഈ കിഫ്ബിയെ സംബന്ധിച്ച് കിഫ്ബി ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ലീഗൽ ഒബ്ജക്ഷൻസ് കൊണ്ടുവന്നിരുന്നു. കാരണം ഒരു കാരണവശാലും ഇത് നിലനിൽക്കുന്ന ഒന്നല്ല. ഇതൊരു എക്സ്ട്രാ ബജറ്ററി ആയിട്ട് കൊണ്ടുവന്ന് പുറത്തുനിന്ന് കടമെടുക്കാൻ സമ്മതിക്കില്ല. കാരണം അത് കടമെടുപ്പിന്റെ പരിധിയിൽ വരും. കാരണം കടമെടുക്കുന്നത് സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി വെച്ചിട്ടാണ്. സ്റ്റേറ്റിന്റെ ഗ്യാരണ്ടി വെച്ചിട്ട് കടമെടുക്കുന്നത് ആ കടത്തിന്റെ ബാധ്യത തീർക്കേണ്ടത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും കിഫ്ബിയിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഇൻകം കിഫ്ബിയിൽ നിന്ന് അടച്ചു പോവില്ല. അതുകൊണ്ട് അത് അവസാനം സർക്കാരിന്റെ ബാധ്യതയായി വരും. ഇപ്പൊ കിഫ്ബിയുടെ ഫണ്ട് എവിടെ നിന്നാ? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും എല്ലാ വർഷവും 2000-3000 കോടി രൂപ ബാക്കി വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലാതെ നടന്നിരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കേണ്ടിയിരുന്ന തുകയെടുത്ത് കിഫ്ബിക്ക് കൊടുക്കുകയാണ്. കിഫ്ബി എന്നുള്ളൊരു വെള്ളാനെ വേറെ പോയിട്ടുമാണ് സർക്കാർ. എന്ത് അഡ്വാൻറ്റേജ് ആണ് കിഫ്ബി കൊണ്ടുണ്ടായത്? ഈ കിഫ്ബിയിൽ നടത്തിയിരുന്ന മുഴുവൻ പ്രോജക്റ്റും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ PWDക്കും ഇറിഗേഷനും ബാക്കി ഡിപ്പാർട്ട്മെന്റുകൾക്കും നടത്താമായിരുന്നു. ഞങ്ങളതാണ് പറഞ്ഞത്. 32,000 കോടി രൂപ ഇപ്പൊ എക്സ്പെൻഡിച്ചർ ഉണ്ടായി എന്ന് പറയുന്നു. അതിന്റെ ബാധ്യത മുഴുവൻ ബജറ്റിൽ തന്നെ ആയില്ലേ? അപ്പൊ അന്ന് പറഞ്ഞു ഒരു കാരണവശാൽ ടോൾ ഏർപ്പെടുത്തില്ല. ഇതിന്റെ ഇക്കണോമിക്സ് നിങ്ങൾക്ക് അറിയില്ല. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിങ്ങനെ ബാധ്യത തീർന്നു പോകും എന്ന ഒരു മായാജാല കണക്ക് പഴയ ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ഓർമ്മയില്ല. ഞങ്ങളുമായിട്ട് വലിയ ഡിബേറ്റാണ് നടന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ ഇക്കണോമിക് മോഡൽ എന്നാണ് പറഞ്ഞത്. ഈ പുതിയ ഇക്കണോമിക് മോഡൽ, അതായത് കടം മേടിച്ചിട്ട് ഈ പണി നടത്തിയിട്ട് ആ പണം ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ലാതെ അടച്ചടച്ചു പോകുന്നതാണ് പറയുന്നത്. ഇപ്പൊ അത് ചെയ്യില്ല, അത് പൊളിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കിഫ്ബി നിലനിൽക്കില്ല, കിഫ്ബി ബാധ്യതയാകുമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന പരിസമാപ്തിയാണ് അതിനുണ്ടായിരിക്കുന്നത്, ആ സ്ഥാപനത്തിലുണ്ടായിരിക്കുക. ഒന്നും പ്രഖ്യാപിച്ചില്ല. ബജറ്റിന്റെ ആദ്യത്തെ വാചകങ്ങൾ തന്നെ കാപട്യമല്ലേ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു. കേരളം ധനസ്ഥിതി റെഗുലറൈസ് ചെയ്തിരിക്കുന്നു, ഓക്കെ ആയിരിക്കുന്നു എന്നാണ്. എന്നിട്ടാണ് 10,000 കോടി രൂപയുടെ ബാധ്യത, കൊടുത്തു തീർക്കാനുള്ള ബാധ്യത. ഒരു കാലത്തും കേരളം ഭരിച്ച ഒരു ഗവൺമെന്റിനും ഇല്ലാത്ത ലയബിലിറ്റിയാണ് ഇവർ വരുത്തി വെച്ചിരിക്കുന്നത്. ലയബിലിറ്റി